മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തിലെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും പഠനങ്ങളിലും നിങ്ങളുടെ യാത്രയിലും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 31 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ 2 ഉപമകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഒരു കടുകുമണിയുടെ ഉപമയും 2 പുളിമാവിന്റെ ഉപമയും. കടുകുമണി ചെറുതാണ്, പക്ഷെ അത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിയുമ്പോൾ അത് വലുതായി വളരുന്നു. അതുപോലെ തന്നെ ഒരു ശകലം പുളിമാവ് ഒരു കുടത്തിലുള്ള മാവിനെ മുഴുവനും പുളിപ്പിക്കത്തക്കതാകുന്നു. ഇത് രണ്ടും എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇതുപോലെയാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യ ചിന്തകള് എങ്ങനെ മനുഷ്യരുടെ ഇടയിൽ വ്യാപരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകള് ഒരുവനിൽ നിന്നും മറ്റൊരുവനിലേക്ക് പകർത്തപ്പെടുന്നതാണ്. അത് ഓരോ വ്യക്തികളിലും എങ്ങനെ വളരുന്നു എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോഴും സ്വർഗരാജ്യ വ്യാപനത്തിന് വേണ്ടി അധ്വാനിക്കണമെന്നാണ് തിരുവചനത്തിലൂടെ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരിക്കണം. ഈ ഭൂമിയിലെ ജീവിതം ക്ഷണികമാണെന്നും ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നിത്യമായിട്ട് നേടിയെടുക്കേണ്ട ഒരിടം ഈശോനാഥൻ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നും അത് സ്വർഗരാജ്യമാണ് എന്നും ആ സ്വർഗരാജ്യം നേടാനുള്ള ജീവിതമാണ് ഈ ഭൂമിയിലെ ജീവിതമെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് പരിശോധിച്ചു നോക്കാം, എത്രമാത്രം ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, ദൈവരാജ്യ ചിന്തകൾ എന്റെ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് നൽകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവരാജ്യം അത് സ്നേഹത്തിന്റെ രാജ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളിലൂടെ, സ്നേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദൈവരാജ്യ വ്യാപനം എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെ വരുമെന്നോ എപ്പോൾ വരുമെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുക, നിരന്തരമായ പ്രാർത്ഥന നടത്തുക. ഇതാണ് നമ്മുടെ ദൗത്യം. കരങ്ങളിൽ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൂടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിന്റെ അധ്വാനങ്ങളിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സംരക്ഷണം ഇവർക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ഇവരിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷേകം ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ സ്നേഹവും ചൈതന്യവും ഇവരിൽ നിറയട്ടെ. കർത്താവെ, ഇവരുടെ കൂടെ ഈ ദിവസം ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.